കുറേ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിലും ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഇതൊന്നും നടക്കുന്ന കാര്യമില്ലാന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ എന്തായാലും പ്ലാസ്റ്റർ ഒക്കെ ഇട്ട് സിക്ക് ലീവിൽ ഇരിക്കുന്നത് കൊണ്ട് എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രിയിലെ നന്ദുൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് കണ്ടപ്പോഴത്തേക്കും നന്ദു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഡോക്ടർ നേരെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് സൈഡ് ചരിച്ചാണ് ഇങ്ങനെ ഇറക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പിടിച്ചിട്ട് പോയിട്ടാണ് പിന്നെ റെസ്റ്റ് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയൊക്കെ വന്ന് ഇരുന്നപ്പോഴത്തേക്കും ഇതേ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലെമൺ ടീ ആണ് കുടിക്കുന്നത്, സുബീഷേട്ടൻ കട്ടൻ ചായയും. അങ്ങനെ ലെമൺ ടീ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം വായിക്കുന്ന പുസ്തകമാണ് ലിഫ് ഷെഫാക്കിന്റെ 40 പ്രണയ നിയമങ്ങൾ. വായിച്ചപ്പം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പം പകുതി വരെ എത്തിയിട്ടുള്ളൂ. രാവിലെ ആഹാരത്തിന് മുമ്പ് കഴിക്കേണ്ട ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ സാധാരണ ലെമൺ ടീക്ക് മുമ്പാണ് കഴിക്കാറുള്ളത്, പക്ഷേ ഇന്ന് മറന്നു. ലെമൺ ടീ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആ ടാബ്ലറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്കത്തേക്കുള്ള അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയണമായിരുന്നു കേട്ടോ. ഇപ്പം മെയിനായിട്ട് ഈ കറിക്കൊക്കെ അരിഞ്ഞു കൊടുക്കലാണ് എൻ്റെ മെയിൻ പരിപാടി, അല്ലാതെ വേറെ പരിപാടികളൊന്നും ഇല്ല. പിന്നെ അതേ ബ്രേക്ക്ഫാസ്റ്റിന് മാഗിയും ബ്രെഡും ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു പീസ് കേക്കും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആഹാരത്തിന് ശേഷം കഴിക്കേണ്ട 3 ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേന് അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ കഴുകി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കുക്കറിലേക്ക് ഒന്ന് അരിഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ വാട്ടർ മെലനാണെങ്കിൽ ഇങ്ങനെ ട്രേക്കകത്തോട്ട് ഒഴിച്ചിട്ട് ഐസ് ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുളിച്ചിട്ട് വരുമ്പം ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ കുളിക്കാനുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. കാലിൽ കവറൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുളി ഒരു ചടങ്ങ് തന്നെയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടയേർഡാകും. അങ്ങനെ പൊട്ടൊക്കെ ഇട്ടതിന് ശേഷം ഈ ജ്യൂസ് കുടിക്കലാണ്. അത് ആദ്യമേ ഈ ക്യൂബ്സൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ പാല് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയത്ത് ഈ ഒരു ജ്യൂസ് കുടിക്കുമ്പോൾ നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആണ്. പിന്നെ ഒരു ലഡു ഇരിപ്പുണ്ടായിരുന്നു, ലഡുവും കഴിച്ചു. പിന്നെ കുറച്ച് ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു കൂടുതൽ. ഇപ്പം പിന്നെ കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഇടുന്നത് കേട്ടോ. എല്ലാവരും എന്തായാലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ക്രാഫ്റ്റ് വർക്കുകൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. കുറച്ച് ബുക്ക് മാർക്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഒരു ക്രാഫ്റ്റ് വർക്കിൽ ബുക്ക് മാർക്സ് ഇട്ട സമയത്ത് ബബ്ലിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബബ്ലിക്കും സനിഷിക്കും വേണ്ടി കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ഫുഡാണ്. ഉച്ചക്കത്തെ ഫുഡ് ഇങ്ങനെ സ്പൂണിലൊന്നും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വാരിത്തരികയാണ് പതിവ്. എന്താണെന്ന് വെച്ചാൽ കൈ വാക്കറിൽ വെച്ച് പിടിച്ചിട്ട് പോയി കഴുകാനൊക്കെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കൂടെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉറക്കം വന്നു. പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പം ഈ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ നൈറ്റിൽ ഉപ്പുമാവായിരുന്നു കഴിച്ചത് കേട്ടോ. അത് ഞാൻ പിന്നെ സ്പൂൺ കൊണ്ട് കോരിയാണ് കഴിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഷോർട്സിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം.